അതാണ് പെരുന്തച്ഛൻ, മഹാദിവ്യൻ. പെരുന്തച്ഛൻ കോംപ്ലക്സ് കാരണമാണ് മകനെ ഉളിയെറിഞ്ഞ് കൊന്നതെന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ വായിച്ച കഥകളിലെല്ലാം ഉള്ളത്. പക്ഷേ ആക്ച്വലി പെരുന്തച്ഛന്റെ മകനെ കൊല്ലുന്നത് ഒരു ഓണർ കില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ദുരഭിമാന കൊലയാണ്. അജയനും എം ടിയും കൂടി സൃഷ്ടിച്ച പെരുന്തച്ഛൻ സിനിമ എന്തായാലും അങ്ങനെയാണ്. അഗൈൻ അവിടെയും പല സ്ഥലത്തും ഇങ്ങനെ മകന്റെ കഴിവിനോട് അല്ലെങ്കിൽ മകന് കൂടുതൽ റീച്ച് കിട്ടുമ്പോൾ പെരുന്തച്ഛൻ ഒരു ഈഗോ അടിക്കുന്നുണ്ട്. അതിൽ കാണിക്കുന്നുണ്ട് പല സ്ഥലത്തും ആ എലമെന്റ്സ് ഉണ്ട്. മകനാണെങ്കിൽ കുറച്ച് റിബല, അവന് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ, ജാതി സിസ്റ്റം, അതിനോടൊന്നും വലിയ യോജിപ്പില്ല. അവൻ ചോദ്യം ചെയ്യുന്നു. പെരുന്തച്ഛൻ ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്, എന്നാൽ അതിനെങ്ങനെ വെല്ലുവിളിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ അങ്ങനെ വലിയ താല്പര്യമില്ല, അതിന് മുതിരൊന്നുമില്ല. സ്വന്തം കൂട്ടുകാരനായ ഉണ്ണിത്തമ്പുരാന്റെ മോളോട് മകന് ബന്ധമുണ്ടെന്ന് അറിയുമ്പോഴും പെരുന്തച്ഛൻ അങ്ങനെ അങ്ങൊരു പ്രശ്നമാക്കി. അപ്പോ മകൻ പറയുന്ന ഒരു ഡയലോഗിൽ അത് കാണിക്കുന്നുണ്ട് പെരുന്തച്ഛന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന്. പെറ്റതള്ള പറച്ചയായതുകൊണ്ട് സൗകര്യത്തിൽ മറന്നു. ബ്രാഹ്മണന്റെ ബീജമാണെങ്കിൽ ശ്രേഷ്ഠനാണെന്ന് വാദിക്കാൻ അപ്പോൾ ഭയന്നു. അതാണ് പെരുന്തച്ഛൻ, മഹാദിവ്യൻ. ഇത് പറയുമ്പോ പെരുന്തച്ഛൻ അങ്ങ് തകർന്ന് തരിപ്പണായിട്ട് തരിച്ചു നിൽക്കുന്നതായിട്ട് കാണിക്കും. സ്വന്തം മകള് താഴ്ന്ന ജാതിയിലുള്ള ഒരാളായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഓർത്ത്, അതിന്റെ നാണക്കേട് ഓർത്തിട്ട് ഉണ്ണിത്തമ്പുരാനാണെങ്കിൽ തിലകന്റെ അടുത്ത്, അല്ലെങ്കിൽ തിലകനെ അവതരിപ്പിക്കുന്ന പെരുന്തച്ഛന്റെ അടുത്ത് വളരെ വിഷമം പറയും. ഇത് കേട്ടിട്ടാണ് പെരുന്തച്ഛൻ സ്വന്തം മകനെ ഉളിയെറിഞ്ഞു കൊല്ലുന്നത്. ആ കൊല്ലുന്നതിന് ഒട്ടുമുമ്പുള്ള സീനിൽ നമുക്ക് കാണാം പെരുന്തച്ഛന്റെ മകൻ കണ്ണൻ വിശ്വകർമ്മൻ ആ തമ്പുരാട്ടിക്കുട്ടിയായിട്ട് സംസാരിക്കുന്നത് കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഉളി എറിഞ്ഞങ്ങ് വീഴ്ത്തുകയാണ് പെരുന്തച്ഛൻ ചെയ്യുന്നത്. ജാതീയപരമായിട്ടൊരു പ്രശ്നം, അത് കാരണം ഉണ്ണിത്തമ്പുരാൻ ഒരു വിഷമം ഉണ്ടാകുന്നു. ആ വിഷമം വ്യക്തിപരമാണ്, പക്ഷെ ആ പ്രശ്നം നിൽക്കുന്നത് ആ സോഷ്യൽ സ്ട്രക്ചറിൽ തന്നെയാണ്. അതില് ഉണ്ണിത്തമ്പുരാൻ സ്വന്തം മകളെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ പെരുന്തച്ഛന്റെ മകനെ കൊല്ലുന്നതിനോ വരെ പെരുന്തച്ഛൻ ഉണ്ണിത്തമ്പുരാനായിട്ട് ബന്ധം വെച്ചിട്ട് പെരുന്തച്ഛൻ സ്വന്തം മകനെ കൊല്ലും. അത് ഒരു ദുരഭിമാനക്കൊലം തന്നെയാണ്. അപ്പൊ പെരുന്തച്ഛൻ കോംപ്ലക്സിനേക്കാളും ഉപരി അതിനെക്കാട്ടും ഒരു വലിയൊരു ഇന്റർപ്രിട്ടേഷൻ ആണ് എം ടി ആ പടത്തില് പെരുന്തച്ഛന് നൽകുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, അതിന് മുമ്പ് വടക്കൻ വീരകഥയിലും ചന്തു പാണന്മാര് പാടിയ ചതിയനായ ചന്തു ചതിയനല്ലാന്നും എം ടി എഴുതിയിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ഇന്റർപ്രിട്ടേഷൻസ് എം ടിയുടെ ഒരു ഫേവറേറ്റ് ഏരിയ തന്നെയാണ്. രണ്ടാം മുഴം സിനിമയാവുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം.